ഹായ് ഡിയേഴ്സ്, നമ്മുടെ +1 അക്കൗണ്ടൻസി ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ചാപ്റ്ററിന്റെ പേര് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് എന്നാണ്. നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കാം. ഓക്കെ, ഇത് ചർച്ച ചെയ്യുന്നത് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റും പ്രിൻസിപ്പിളും ആണ് ഈ സ്ലൈഡിൽ നോക്കുന്നത്. അതിന് ചെറിയ ഇൻട്രൊഡക്ഷൻ നോക്കുമ്പോൾ നമ്മുടെ ലോകത്തെ എവിടെയുമില്ല ബിസിനസ്സിലെ കണക്കുകൾ ഒരുപോലെ വലിയ രീതിയും അതുപോലെ സ്ഥിരയും നിലനിർത്താനും എല്ലാവർക്കും മനസ്സിലാകാനും വേണ്ടി അക്കൗണ്ടിംഗ് വിദഗ്ധർ പൊതുവായ ചില നിയമങ്ങൾ ഉണ്ടാക്കുകയുണ്ടായി. ഈ നിയമങ്ങൾ നമ്മൾ പ്രിൻസിപ്പിൾസ്, കൺസെപ്റ്റ്, കൺവെൻഷൻ, പോസ്റ്റ്ലേറ്റ്, അസംഷൻ എന്നൊക്കെ രീതിയിൽ പേരിൽ വിളിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് ജനറലി അക്സെപ്റ്റ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ സിസ്റ്റം നോക്കി പോവാം. GAAP എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയാറുണ്ട്. GAAP എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: ബിസിനസ് ഇടപാടുകൾ ബുക്കിൽ എഴുതി വെക്കാനും സാമ്പത്തിക റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും ലോകമെമ്പാടും പൊതുവായ അംഗീകരിച്ച പിന്തുണയ്ക്കുന്ന നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളുമാണ് GAAP എന്ന് അല്ലെങ്കിൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടാതെ ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ കൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻ കൂടി പറയാറുണ്ട്. നമ്മൾ അടുത്തൊരു സ്ലൈഡിൽ നോക്കുന്നത് ബേസിക് അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ് ആണ്. ഒരു 13 കൺസെപ്റ്റ്സ് പറയുന്നുണ്ട്. ഒന്നാമത്തെ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, രണ്ടാമത്തെ മണി മെഷർമെന്റ് കൺസെപ്റ്റ്, മൂന്നാമത്തെ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, നാലാമത്തെ അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ്, അഞ്ചാമത്തെ കോസ്റ്റ് കൺസെപ്റ്റ്, ആറാമത്തെ ഡ്യുവൽ അസെറ്റ് കൺസെപ്റ്റ്, ഏഴാമത്തെ റവന്യൂ റെക്കഗ്നൈസേഷൻ അല്ലെങ്കിൽ റിയലൈസേഷൻ കൺസെപ്റ്റ്, എട്ടാമത്തെ മാച്ചിങ് കൺസെപ്റ്റ്, ഒമ്പതാമത്തെ ഫുൾ ഡിസ്ക്ലോസർ കൺസെപ്റ്റ്, പത്താമത്തെ കൺസിസ്റ്റൻസി കൺസെപ്റ്റ്, 11ാമത്തെ കൺസർവറ്റിസം കൺസെപ്റ്റ്, 12ാമത്തെ മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്, 13 ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ് ആണ്. ഇതെന്താ പറയുക ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. അതിൽ തന്നെ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ബിസിനസ്സിനും അതിന്റെ ഉടമസ്ഥനും രണ്ടും വ്യത്യസ്ത വ്യക്തികളാണ്. അതായത് ഉടമസ്ഥൻ ബിസിനസ്സിലേക്ക് പണം കൊണ്ടുവന്നാലും എടുത്താലും അക്കൗണ്ടിൽ അത് പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മണി മെഷർമെന്റ് കൺസെപ്റ്റ് ആണ്. അതായത് പണമേ അളക്കാൻ കഴിയുന്ന ഇടപാടുകൾ മാത്രമേ നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്താറുള്ളൂ. അതായത് ഉദാഹരണത്തിന് നമ്മൾ കാറ് വാങ്ങിയത് ആ കാറിന്റെ വില മാത്രമേ എഴുതാവുള്ളൂ, നിറം, വലിപ്പം എന്നൊന്നും എഴുതാൻ പാടില്ല. ഇതാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഇത്രേ പറയുന്നുള്ളൂ. ഒരു ബിസിനസ് ഭാവിയിൽ പൂട്ടിപ്പോകാതെ വളരെ കാലം തുറന്നു പോകുമെന്ന അനുമാനത്തിലാണ് നമ്മളെ കണക്കുകൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, അതിനാൽ വലിയ അസറ്റ്സ് ഒരൊറ്റ വർഷത്തെ ചെലവായി കാട്ടാതെ വർഷങ്ങളുള്ള ഒരു ചെലവായിട്ട് നമ്മൾ അത് പരിഗണിക്കേണ്ടതുണ്ട്. നാലാമത്തെ പറയുന്നത് അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റിൽ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ബിസിനസിന്റെ ലാഭനഷ്ടങ്ങൾ അറിയാൻ വേണ്ടി അതിനെ പല ഡിവിഷൻസ് ആക്കി നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഒരു വർഷത്തിൽ 12 മാസമുള്ള പോലെ 12 മാസത്തെ പീരീഡാക്കി നമ്മൾ ചില അക്കൗണ്ടിങ്ങിനെ മാറ്റാറാണ്. ആണ് അക്കൗണ്ട് പീരീഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ കോസ്റ്റ് കൺസെപ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. അത് വാങ്ങിയ ഒരു സാധനം അതിന്റെ മാർക്കറ്റ് വില അല്ല, മറിച്ച് അത് വാങ്ങാൻ വന്ന യഥാർത്ഥ ചെലവാണ്. അതായത് പർച്ചേസ് കോസ്റ്റും പ്ലസ് അതിന്റെ ട്രാൻസ്പോർട്ട്, ഇൻസ്റ്റലേഷൻ എന്നൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ എഴുതേണ്ടതാണ് കോസ്റ്റ് കൺസെപ്റ്റിൽ നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ ഡുവൽ അസെറ്റ് കൺസെപ്റ്റ് ആണ്. ഡുവാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ അതായത് എല്ലാ ഇടപാടുകളും രണ്ട് വശങ്ങളുണ്ടാവും. ഒന്ന് ഡെബിറ്റും മറ്റൊന്ന് ക്രെഡിറ്റും ആണ്. നമ്മൾ ഒരു ടേബിളൊക്കെ ക്യാഷ് ഐഡിയ കിട്ടും. ഒരു ഉദാഹരണം പറയുമ്പോൾ അസറ്റ്സ് എന്ന് പറയുമ്പോൾ ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റലാണ്. ഓക്കെ, അപ്പോൾ ഒരു എൻട്രിയുടെ സിസ്റ്റം പഠിക്കുമ്പോൾ ഈ ഒരു സാധനം ഏകദേശം മനസ്സിലാവും. ഇതെല്ലാം ആ ഒരു ഫ്ലോ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഏഴാമത്തെ നോക്കുമ്പോൾ റവന്യൂ റെക്കഗ്നൈസേഷൻ അല്ലെങ്കിൽ റിയലൈസേഷൻ കൺസെപ്റ്റ് ആണ്. അതായത് സാധനങ്ങൾ വിൽക്കുകയോ സേവനം നൽകുകയോ ചെയ്യുമ്പോൾ തന്നെ വരുമാനം ലഭിച്ചതായി കണക്കാക്കണം. ഓക്കെ, അതിനുള്ള പണം കയ്യിൽ കിട്ടുന്ന ദിവസത്തിനായി കാത്തിരിക്കേണ്ടതില്ല. ഓക്കെ, അപ്പൊ തന്നെ നമ്മൾ അക്കൗണ്ടിങ്ങിൽ എഴുതേണ്ടതുണ്ട്. എട്ടാമത്തെ മാച്ചിങ് കൺസെപ്റ്റ് ആണ്. ഒരു വർഷത്തെ വരുമാനം കണ്ടെത്താൻ ആ ഒരു വർഷം ഉണ്ടായ ചെലവ് നമ്മൾ ഒന്ന് പരിധിപ്പെടുത്തേണ്ടതുണ്ട്. ആ ചെലവ് നമുക്ക് കണക്ക് കൂട്ടിയിട്ട് ഈ ഒരു വരുമാനത്തിൽ നിന്ന് മൈനസ് ചെയ്താലൊക്കെയാണ് നമുക്ക് എത്രയാണ് നമ്മുടെ വരുമാനം എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒമ്പതാമത്തെ ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് ആണ്. അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രധാന സാമ്പത്തിക വിവരങ്ങളെല്ലാം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം എന്നാണ് അതുകൊണ്ട് പറയുന്നത്. പത്താമത്തെ കൺസിസ്റ്റൻസി കൺസെപ്റ്റ് എന്ന് പറയുന്നത്
അതായത് ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് രീതികളും പോളിസികളും വർഷാവർഷം മാറ്റാതെ അത് തന്നെ ഒരു സ്ഥിരം നമുക്ക് കീപ്പ് ചെയ്തിട്ട് പോവാം. എന്നാൽ മാത്രമേ നമുക്ക് മുൻ വർഷമുള്ള ഡാറ്റ ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ 11ാമത്താണ് കൺസർവേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഭാവിയിൽ വരാനുള്ള എല്ലാ നഷ്ടങ്ങളും മുൻകൂട്ടി കണ്ട് അതിനുവേണ്ടി മാറ്റി വെക്കണം. എന്നാൽ യഥാർത്ഥത്തിൽ ലഭിക്കാത്ത ലാഭത്തെ നമ്മൾ മുൻകൂട്ടി കാണാനും പാടില്ല എന്നാണ് നമ്മൾ 11ാമത്തെ പറയുന്നത് കൺസർവേഷൻ കൺസെപ്റ്റില്. ഓക്കെ, 12ാമതാണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ബിസിനസിന് പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രം മുൻഗണന നൽകുക, വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് മുൻഗണന നൽകാതിരിക്കുക. അതാണ് ഉദാഹരണത്തിന് ബാക്കി തന്നെ റൈസർ പെൻസിലൊക്കെ നമ്മൾ അസറ്റായി കരുതി സമയം കളയരുത്. ഓക്കെ, അടുത്തത് ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ് ആണ്. നമ്മൾ കണക്ക് എഴുതുമ്പോൾ സ്വന്തം നിഷ്കാനുസരണം എഴുതാതെ അതിനൊരു തെളിവും കൃത്യമായ രേഖയും വെച്ചുകൊണ്ട് എഴുതാൻ ശ്രമിക്കുക. അത് സത്യസന്ധമായിരിക്കണം. ഉദാഹരണത്തിന് വൗച്ചർ, അതുപോലെ തന്നെ ക്യാഷ് മെമ്മോ, ബില്ല് എന്നൊക്കെ വെച്ച് ഒരു ലിസ്റ്റ് നമ്മൾ എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ് കൊണ്ട് പറയുന്നത്. ഓക്കെ, നമ്മൾ അടുത്തൊരു സ്ലൈഡിലേക്ക് പോകുമ്പോൾ നമ്മൾ നോക്കുന്നത് സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അതായത് അക്കൗണ്ടിങ് പുസ്തകത്തില് ഇടപാടുകൾ രേഖപ്പെടുത്തുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ ഒന്ന് ഡബിൾ എൻട്രി സിസ്റ്റം, മറ്റൊന്ന് സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്. ഓക്കെ, ഇവിടെ ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് നോക്കുമ്പോൾ ഇത് ഡ്യുവൽ ആസ്പെക്ട് എന്ന അടിസ്ഥാന നിയമത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു സാമ്പത്തിക ഇടപാടുകൾക്ക് രണ്ട് വശങ്ങൾ ഉണ്ടാവും. ഒന്ന് ലഭിക്കുന്ന വശം, അതായത് റിസീവിങ് അസെപ്റ്റും, മറ്റൊന്ന് നമുക്ക് നൽകുന്ന വശം, അതായത് ഗീവിങ് അസെപ്റ്റും ആണ്. അതായത് ഈ ഇടപാടുകൾ രണ്ട് വശങ്ങളും കൃത്യമായി നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കും, അതുപോലെ കംപ്ലീറ്റ് ആയിരിക്കും, പിന്നെ ആക്യുറന്റ് ആയിരിക്കും. ഓക്കെ, ഇതിന്റെ പ്രധാന പ്രയോജനങ്ങൾ എന്ന് പറയുന്നത് ഇത് എല്ലാ ഇടപാടുകളും രണ്ടു വശങ്ങളും കൃത്യമായി രേഖപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ബിസിനസിന്റെ കൃത്യമായ സാമ്പത്തിക നില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ കണക്കുകളിലെ പിഴവുകളും തിരിമറികളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വിശ്വസനീയവും കൃത്യവുമായതുകൊണ്ട് വിവരങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഓക്കെ, പിന്നെ അതുകൂടാതെ നമ്മൾ അടുത്ത് നോക്കുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്. ഓക്കെ, സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതൊരു ഇൻകംപ്ലീറ്റ് ആയൊരു അക്കൗണ്ടിങ് രീതിയാണ്. ഇതിൽ എല്ലാ ഇടപാടുകളും രണ്ടു വശങ്ങളും രേഖപ്പെടുത്താറില്ല. ചിലത് ഒരു വശം മാത്രമായിരിക്കും, മറ്റത് വ്യക്തിഗത അക്കൗണ്ടിങ് ആയിരിക്കും, അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് മാത്രമായിരിക്കും സൂക്ഷിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു ശാസ്ത്രീയമോ പൂർണ്ണമായോ ആയ ഒരു രീതിയല്ല. അതുകൊണ്ട് തന്നെ ഇതിന് ചില പരിമിതികളുമുണ്ട്. കണക്കുകൾ ലളിതമായി സൂക്ഷിക്കാൻ വളരെ പരിമിതമായ സംവിധാനമാണ് ഇതിലുള്ളത്. പിന്നെ ഇടപാടുകൾ വളരെ കുറഞ്ഞ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു സിംഗിൾ എൻട്രി സിസ്റ്റം ഉപയോഗിച്ച് വരുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോൾ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഇടപാടുകൾ രേഖപ്പെടുത്തുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ക്യാഷിന്റെ ബേസിൽ, ഒന്ന് ആക്യുറൻസിന്റെ ബേസിലാണ്. ക്യാഷിന്റെ ബേസിൽ നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ പണം നേരിട്ട് കയ്യിൽ ലഭിക്കുകയോ അല്ലെങ്കിൽ പണം നേരിട്ട് നൽകുമ്പോഴാണ് നമ്മൾ അതിന്റെ ആ ഒരു എൻട്രി നമ്മൾ രേഖപ്പെടുത്തുള്ളൂ എന്നാണ് അതിൽ പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് കടം കൊടുത്തതോ അത് കിട്ടാനുള്ളതോ ഒന്നും രേഖപ്പെടുത്തില്ല. ക്യാഷ് കിട്ടിയതിനു ശേഷം മാത്രമാണ് അത് അവിടെ എൻട്രി ചെയ്യുള്ളൂ. ആണ് ക്യാഷിന്റെ ബേസിലുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത്. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ആക്യുറൽ ബേസിസ് ആണ്. അതായത് ഇവിടെ നമ്മൾക്ക് ഇടപാട് നടക്കുമ്പോൾ വരുമാനം ലഭിക്കാൻ അർഹത ഉണ്ടെങ്കിൽ ചെലവ് വരുമ്പോഴൊക്കെ നമ്മുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തും. ഇവിടെ നമുക്ക് കറക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ ആക്യുറൽ ബേസിസിൽ രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നമ്മൾ നോക്കുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും അതിന് ബെനിഫിറ്റ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ആണ്. ഓക്കെ, ഇവിടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എല്ലായിടത്തും ഒരുപോലെ ഉള്ള രീതിയും സ്ഥിരതയും തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളെയാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയില് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും. ഓക്കെ, ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പല കമ്പനികളും പല രീതിയിലുള്ള അക്കൗണ്ടിങ് പോളിസികൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനും പിന്നെ നമ്മുടെ സാമ്പത്തിക കണക്കുകൾ പരസ്പരം താരതമ്യം ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നിലകൊള്ളുന്നത്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബെനിഫിറ്റ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു പോകുന്നത്. 3 പോയിന്റാണ് വരുന്നത്. ഒന്ന് എലിമിനേറ്റ്സ് വേരിയേഷൻസ് ആണ്. അതായത് നമ്മുടെ അക്കൗണ്ടുകളിലെ കണക്കുകൾ ഓരോരുത്തരും ഓരോ രീതിയിൽ പിന്തുടരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിന്റെ ബെനിഫിറ്റ്സ് ആയിട്ട് അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ കോൾസ് ഫോർ ഡിസ്ക്ലോഷർ ആണ്. അതായത് നിയമപരം നിർബന്ധമില്ലാത്ത ചില പ്രധാനപ്പെട്ട സാമ്പത്തിക വിവരങ്ങൾ കൂടി ജനങ്ങൾക്കായി വെളിപ്പെടുത്താൻ ഈ ഒരു
അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉപയോഗപ്രദമാവുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ വന്ന് ഫെസിലിറ്റീസ് ഫോർ കമ്പാരബിലിറ്റി ആണ്. അതായത് വ്യത്യസ്ത രണ്ട് കമ്പനികൾ തമ്മിലോ നമ്മുടെ ഒരു കമ്പനിയിൽ തന്നെ പ്രീവിയസ് ഡാറ്റകൾ നമ്മൾ കമ്പയർ ചെയ്യാനുള്ള ഒരു രീതി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിങ് വഴി. അതാണ് ആ ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അടുത്ത സ്ലൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട്മെന്റ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് നമ്മുടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഗ്ലോബൽ തരത്തിലുള്ള ഒരു രീതിയാണ് ഇവിടെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രൂപീകരിച്ചത് ലണ്ടൻ ആസ്ഥാനമായ IASB ആണ്. അത് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തെ വിവിധ രാജ്യങ്ങളിലെയും ബിസിനസ് സ്ഥാപനങ്ങളിലെയും സാമ്പത്തിക ഇടപാടുകൾ പരസ്പരം താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ IFRS നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, നീഡ്സ് ഫോർ IFR നോക്കാം. അതായത് പ്രിവെന്റ് മാനിപ്പുലേഷൻ ഓർ എറർ ആണ് അത് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ മനഃപൂർവ്വം വരുത്തുന്ന തിരിമറികളും തെറ്റുകളും ഒഴിവാക്കി കണക്കുകൾ വിശ്വസനീയമാക്കാനാണ് ആ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹെൽപ്പ് ഫോർ ഗ്ലോബൽ ഹാർമണൈസേഷൻ ആണ്. അതായത് ഇത് പറയുന്നുള്ളതിൽ ലോകമെമ്പാടുമുള്ള അക്കൗണ്ടിംഗ് രീതികൾ ഒരുപോലുള്ള നിയമവും ഐക്യവും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു പോയിന്റിൽ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് പറയണം ഇറ്റ് ഫെസിലിറ്റീസ് ഫോർ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. അതായത് എല്ലാ രാജ്യങ്ങളിലെയും കമ്പനികളുടെയും കണക്കുകൾ ഒരേ രീതിയിലാകുമ്പോൾ മറ്റു രാജ്യങ്ങളിലെ കമ്പനികൾ പണം നിക്ഷേപിക്കാൻ വിദേശ നിക്ഷേപകർ എളുപ്പത്തിൽ ധൈര്യം കാണിക്കും. അതാണ് ആ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ IFR കൊണ്ടുള്ള ആവശ്യകത എന്ന് പറയുന്നത്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു പാർട്ടിൽ ഇത്ര മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. പിന്നെ എന്തെങ്കിലും സംശയം നമ്മൾ വാട്സപ്പിൽ ജോയിൻ ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ചോദിക്കാവുന്നതാണ്. അതുകൂടാതെ നമ്മുടെ ഗാൻഡി ബാച്ചിലും ജോയിൻ ചെയ്യാൻ ശ്രമിച്ചോളൂ. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡ് കിട്ടാനും യൂസ്ഫുൾ ആയിരിക്കും. എക്സാം ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.